നാളെ വയനാട് സന്ദർശിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എന്നെ വിളിച്ചിരുന്നു. അടിയന്തരമായിട്ട് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂൾ പൂർണ്ണമായി തകർന്നുപോയി, ബാക്കി ചില സ്കൂളുകൾ ഭാഗ്യമായി തകർന്നുപോയി. പല സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ ഈ കരുതിയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു അരക്ഷിതാവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കവിടെ ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ തിരികെ സ്കൂളിലെത്തിക്കുക എങ്ങനെ എത്തിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചനയാണ് ആലോചിക്കുന്നത്. അതവിടെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരുണ്ട്, അതുപോലെ ഞങ്ങളുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുണ്ട്, ടീച്ചേഴ്സുണ്ട്. അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നതിന് വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവരോടെയൊക്കെ എല്ലാം ചർച്ച ചെയ്ത ശേഷം ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളെ ഉടനെ തന്നെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിലെത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അവരുടെ മാനസിക നില വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ കൗൺസിലിംഗ് അടക്കമുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് ആദ്യം ആലോചിക്കേണ്ടത്. അതുപോലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂണിഫോം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുട്ടികൾക്ക് തിരികെ കൊടുക്കേണ്ടി വരും. അങ്ങനെയെല്ലാം ഉള്ള ഒരു പാക്കേജ് ആലോചിക്കുന്നുണ്ട്. ഈ തകർന്നുപോയ സ്കൂൾ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം പുനർനിർമ്മാണം നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ടൗൺഷിപ്പോ അല്ലെങ്കിൽ അതേ നിലയിൽ എല്ലാ സ്ഥലവും കൂടെ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വരുന്ന അവസരത്തിൽ അതിന് കൂടെ യോജിച്ച നിലയിലായിരിക്കും ഒരു സ്കൂൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിനെ പോലുള്ള ആൾക്കാർ സ്ഥലം സന്ദർശിക്കുകയും സ്കൂളിന് ആവശ്യമായ കെട്ടിടം കെട്ടിക്കൊടുക്കാമെന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ഞാനുമായിട്ടും അദ്ദേഹം സംസാരിച്ചിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള പ്ലാൻ ഫണ്ടിൽ നിന്ന് ആവശ്യമുള്ള കാശ് അവിടെ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ ഇത് ഒരു അവസാന തീരുമാനം എടുക്കണമെങ്കിൽ ആ നാട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം കൂടി, അവിടുത്തെ നേതാക്കന്മാരുടെ അഭിപ്രായം, ചുമതലയുള്ള മന്ത്രിമാരുടെ അഭിപ്രായം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായം, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം, ഇതെല്ലാം ചേർത്ത് കൊണ്ട് മാത്രമേ നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. എന്തായാലും രാവിലെ 10 മണിക്ക് നാളെ കളക്ട്രേറ്റിൽ യോഗം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ വിശദാംശങ്ങൾ പത്രങ്ങളോട് പറയാം. ഒരു കണക്ക് പലപ്പോഴും ശരിയായിട്ട് വരണത്. ഇപ്പോൾ 51 പേരുടെ കണക്കാണ് ഉള്ളത്. കാണാതായതും മരിച്ചതുമായിട്ടുള്ള 51 കുട്ടികളുടെ കണക്കാണുള്ളത്. അത് ഏറ്റവും കൂടുതൽ GVHSS വെള്ളാറമലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ. 19ഉം 13ഉം എന്നുള്ള നിലയിൽ 32 കുട്ടികളുടെ എണ്ണം കിടക്കുന്നത്. ബാക്കിയെല്ലാം ചെറിയ നമ്പറാണ് കിടക്കുന്നത്. ഇപ്പം ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്.